ഹായ് ഓൾ, എല്ലാവർക്കും മഹാവ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വുഡ് എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വേർബിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. വുഡ് എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി വേർബായത് അത് മോഡ്സിനെയും എബിലിറ്റീസിനെയും കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊരു മോഡൽ ഓക്സിലറി വേർബായത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വുഡ് എന്ന ഫോമിനുള്ള 8 ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ വുഡ് ബി എന്ന ഫോമിനുള്ള 7 ഉപയോഗങ്ങൾ നമ്മൾ പഠിച്ചു. തുടർച്ചയായിട്ട് വുഡ് ഹാവ് എന്ന ഫോമിന് ഉള്ള 10 ഉപയോഗങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഓക്കെ, സോ വുഡ് ഹാവ് എന്ന് പറഞ്ഞ ഫോമിന് 5 ഉപയോഗങ്ങളും വുഡ് ഹാവ് ബീൻ എന്ന് പറയുന്ന ഫോമിന് മറ്റൊരു 5 ഉപയോഗങ്ങൾ ചേർത്ത് ടോട്ടൽ വുഡ് ഹാവ് എന്ന ഫോമാറ്റിൽ 10 ഉപയോഗങ്ങൾ വുഡ് എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വേർബിന് ഉണ്ട്. ആദ്യം നമ്മൾ പഠിക്കുന്നത് വുഡ് ഹാവിൻ്റെ ഉപയോഗങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ വുഡ് ഹാവ് ബീനിലോട്ട് പോകുന്നതായിരിക്കും. സോ വുഡ് ഹാവ് എന്ന് പറയുന്ന മോഡൽ ഓക്സിലറി വേർബ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ അൺറിയൽ തിങ്സിനെ കുറിച്ച് പറയാനാണ്. അൺറിയൽ ഒക്കേഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് വുഡ് ഹാവ് പറയുമ്പോൾ അതെല്ലാം അൺറിയൽ ആയിട്ടായിരിക്കും ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പം വുഡ് ഹാവിൻ്റെ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് അൺറിയൽ അല്ലെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ പെർഫെക്റ്റ് ആക്ഷൻസ്. ഒരു പ്രവൃത്തി ഞാൻ ചെയ്തേനെ അല്ലെങ്കിൽ ഞാൻ ചെയ്തു കഴിഞ്ഞേനെ. ആക്ച്വലി അത് ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ എന്ന് പറയാൻ ഉപയോഗിക്കുന്നു. രണ്ടാമത് പാസ്റ്റ് പ്രെഡിക്ഷൻസിനെ കുറിച്ച്, അതായത് ചെയ്തു കഴിഞ്ഞിരിക്കും ഒരു പ്രവൃത്തി. നമ്മൾ ഫ്യൂച്ചറിലാണെങ്കിൽ നാളെ ഈ സമയത്ത് പൂർത്തിയാക്കിയിരിക്കും എന്ന് പറയും. അതേപോലെ നമ്മൾ ഇന്നലത്തെ ഒരു കാര്യം പറയുമ്പോൾ അത് ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിരിക്കും എന്ന് പറയുന്ന, അതെ, ചെയ്തു കഴിഞ്ഞിരിക്കും എന്ന മീനിങ് വരുന്നത്. അൺറിയൽ ഫ്യൂച്ചർ പൊസിഷൻസ്, ഭാവിയിൽ ഉണ്ടായിരുന്നേനെ എന്ന് പറയുന്ന ഒക്കേഷൻസിൽ. ഇമാജിനറി പാസ്റ്റ് പൊസഷൻസ്, അതായത് ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ ലഭിക്കുമായിരുന്നു അല്ലെങ്കിൽ കിട്ടുമായിരുന്നു എന്ന് മീനിങ് വരുന്ന രീതിയിൽ. അതേപോലെ തന്നെ ചെയ്യേണ്ടി വന്നേനെ, അതായത് ഇമാജിനറി അൺറിയൽ ഒബ്ലിഗേഷൻ, പാസ്റ്റ് ഒബ്ലിഗേഷൻസിനെ കുറിച്ച് പറയാനും വുഡ് ഹാവ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ 5 ഉപയോഗങ്ങളിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ഉപയോഗം നമ്മൾ പറഞ്ഞത് ഒരു പ്രവൃത്തി ചെയ്തേനെ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞിരുന്നേനെ എന്ന് നമ്മൾ പറയുന്നതാണ്. അതിന് ഉപയോഗിക്കുന്ന മീനിങ്, അതിന് നമ്മൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ അത് കണ്ടീഷണൽ ടൈപ്പ് 3 ആണ്, ഹൈപ്പോത്തറ്റിക്കൽ ആണ്. അത് തികച്ചും സാങ്കല്പികമായ ഒരു പ്രവൃത്തിയാണ്, അത് നടക്കാൻ പോസിബിലിറ്റി ഇല്ലാത്തതാണ്. അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ്. നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് വെൽ ഐ വുഡ് ഹാവ് ഗോട്ട് എ ഗുഡ് ജോബ്. If I had studied well, I would have got a good job. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല ഒരു ജോലി കിട്ടിയേനെ, നല്ലൊരു ജോലി കിട്ടിയേനെ. ഞാൻ പഠിച്ചില്ല, എനിക്കൊരു നല്ല ജോലി കിട്ടിയില്ല. പഠിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ. If I had won the lottery, I would have bought an apartment. എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാനൊരു വീട് വാങ്ങിയേനെ. സോ ഇവിടെ വുഡ് ഹാവിൻ്റെ യൂസേജ് എന്താണ്? ചെയ്തിരുന്നേനെ. ഒരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം ചെയ്തിരുന്നേനെ. ആക്ച്വലി ആ കാര്യത്തിന് യാതൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ റിയാലിറ്റി ഇല്ല. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിരിക്കും എന്ന് പറയുന്നതിനാണ്. അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3 തന്നെയാണ്. പക്ഷേ അതെന്ന് പറയുന്നത് പ്രെഡിക്ഷൻസ് അബൌട്ട് കംപ്ലീറ്റഡ് പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ചാണ്. അതായത് കഴിഞ്ഞ കാലത്തിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞിരിക്കും അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞിരിക്കും എന്നുള്ള പ്രെഡിക്ഷൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വുഡ് ഹാവിൻ്റെ രണ്ടാമത്തെ ഉപയോഗം ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ ഉദാഹരണം നോക്കാം. കോഹ്ലി വുഡ് ഹാവ് പ്ലേഡ് ബൈ നൗ. കോഹ്ലി ഇപ്പോൾ കളിച്ചു കഴിഞ്ഞിരിക്കും. സോ നമ്മൾ ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഇപ്പം നമ്മൾ വുഡ് ഹാവിന് പകരം വിൽ ഹാവ് ആണ് അവിടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ, കോഹ്ലി വിൽ ഹാവ് പ്ലേഡ് ബൈ നൗ ടുമോറോ. നാളെ ഈ സമയമാകുമ്പോഴേക്കും കോഹ്ലി കളിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അതേസമയം അതിന് വിൽ ഹാവ് മാറ്റി വുഡ് ഹാവ് വരികയാണ്. അത് കോഹ്ലി വുഡ് ഹാവ് പ്ലേഡ് ബൈ നൗ എസ്റ്റർഡേ. ഇന്നലെ ഈ സമയമായപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് കോഹ്ലി കളിച്ചു കഴിഞ്ഞിരിക്കും. പറഞ്ഞു മനസ്സിലായോ? പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിരിക്കും. ഓക്കെ,
അതായത് ഓൾറെഡി കളിച്ച് കഴിഞ്ഞു, ആ കളി കഴിഞ്ഞു. അപ്പം നമ്മളത് പറയുകയാണ്, അതായത് ഇന്നലെ ഉള്ള ഒരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പ്രെഡിക്ഷൻ പറയുകയാണ്. അടുത്ത ഉദാഹരണം, ദ ട്രെയിൻ വുഡ് ഹാവ് ലെഫ്റ്റ് ബൈ നൗ. അപ്പം ട്രെയിൻ ഇപ്പോൾ സ്റ്റേഷൻ വിട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ വിട്ടിട്ടുണ്ടാകും. എന്താണ്? ഓൾറെഡി ലെഫ്റ്റ്. അത് പാസ്റ്റിലെ കാര്യമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഈ വുഡ് ഹാവ് യൂസ് ചെയ്യുമ്പോൾ പാസ്റ്റിലെ കാര്യമാണ്. വിൽ ഹാവ് യൂസ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിലെ പെർഫെക്റ്റ് ആക്ഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. മനസ്സിലായല്ലോ? വ്യത്യാസം മനസ്സിലായല്ലോ? മൂന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നേനെ. അൺറിയൽ ആയിട്ടുള്ള ഫ്യൂച്ചർ പൊസഷൻസിനെ കുറിച്ച് പറയുന്നതിനെ ഉണ്ടായിരുന്നേനെ. എൻ്റെ കയ്യിൽ ഇല്ല, ആക്ച്വലി എൻ്റെ കയ്യിൽ അവസാനം ഇല്ല, പക്ഷെ അത് നാളെ ചിലപ്പോൾ ഉണ്ടായിരുന്നേനെ, ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നേനെ എന്ന് പറയുന്നതിനാണ്. അതിൻ്റെ ഫോമാറ്റ് സബ്ജക്ട് പ്ലസ് വുഡ് ഹാവ് പ്ലസ് പൊസഷൻസ് എന്നാണ്. ഇനി നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഐ വുഡ് ഹാവ് എ കാർ. എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നേനെ. നാളെ ചിലപ്പോൾ എനിക്കൊരു കാറ് ഉണ്ടായിരുന്നേനെ, പക്ഷേ എനിക്കിപ്പോൾ ജോലിയില്ല, ചിലപ്പോൾ അതുകൊണ്ട് അത് സംഭവിക്കില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു അൺറിയൽ ആയിട്ടുള്ള ഫ്യൂച്ചർ പൊസിഷൻ പറയുകയാണ്. ഷീ വുഡ് ഹാവ് എ ജോബ്. ഓക്കെ, അവൾ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ ഷീ വുഡ് ഹാവ് എ ജോബ്. ഓക്കെ, അത് അവൾക്കില്ല. ഓക്കെ, ഇനി അടുത്തത്, ദേ വുഡ് നോട്ട് ഹാവ് ദ ക്വാളിഫിക്കേഷൻസ്. അവർക്ക് യോഗ്യതകൾ ഉണ്ടായിരിക്കില്ലായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? ഉണ്ടായിരിക്കില്ലായിരുന്നു, ഇത് നെഗറ്റീവ് ഫോമാണ്. സോ ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരിക്കില്ലായിരുന്നു. പറഞ്ഞു മനസ്സിലായോ? അതെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലെ കാര്യമാണ്. അതിന് 75% പോസിബിലിറ്റി ആണുള്ളത്. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ വിൽ ഹാവ് കഴിഞ്ഞ് V3 ഫോം ഇല്ല, പകരം ഒരു പൊസഷൻ, ഒരു നൗൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ആയിരിക്കാം. പറഞ്ഞു മനസ്സിലായോ? സോ വിൽ ഹാവ് കഴിഞ്ഞ് ഇവിടെ V3 ഇല്ല, അപ്പോൾ അതെന്താണ്? ഒരു അൺറിയൽ ഫ്യൂച്ചർ പൊസഷൻസിനെ കുറിച്ചാണ്. നാലാമത്തെ വുഡ് ഹാവിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് വുഡ് ഹാവ് ഹാഡ്. അതായത് ഇപ്പം നമ്മൾ അൺറിയൽ ഫ്യൂച്ചർ പൊസഷൻസിനെ കുറിച്ച് പറഞ്ഞു, അതായത് ഭാവി കാലത്തെ അൺറിയൽ പൊസഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഇത് കഴിഞ്ഞ കാലത്തിലെ പൊസഷൻസിനെ കുറിച്ച് പറയുകയാണ്. അതായത് എൻ്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു, ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടുമായിരുന്നു, എൻ്റെ കയ്യിൽ എനിക്ക് ആ നല്ല മാർക്ക് കിട്ടുമായിരുന്നു, എൻ്റെ കയ്യിൽ ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ ലഭിക്കുമായിരുന്നു എന്ന് പറയുന്ന ഫോമാറ്റാണ് വുഡ് ഹാവ് ഹാഡ്. മനസ്സിലായോ? സബ്ജക്ട് പ്ലസ് വുഡ് ഹാവ് ഹാഡ് എന്നാണ്. നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഇഫ് ഐ ഹാഡ് devoted to learn English, you would have. If you had devoted to learn English, you would have had a good job today. നീ ശ്രദ്ധിച്ച് ഇംഗ്ലീഷ് പഠിച്ചിരുന്നെങ്കിൽ നിനക്കൊരു നല്ല ജോലി ഇന്ന് കിട്ടിയേനെ. I would have had the client support if I had completed their projects on time. ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ പ്രോജക്റ്റ് സമയത്ത് തന്നെ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അവരുടെ സപ്പോർട്ട് ലഭിക്കുമായിരുന്നു. I would have had the support. പറഞ്ഞു മനസ്സിലായോ? I would have had the client support. ഇനി മൂന്നാമത്തെ, if corona had not affected us. കൊറോണ വന്നില്ലായിരുന്നെങ്കിൽ we would not have had to suffer this much. നമുക്ക് ഇത്രയും സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഒരു അൺറിയൽ ആയിട്ടുള്ള പാസ്റ്റ് ആക്ഷൻസിനെ കുറിച്ച് പറയുന്നതാണ് എന്ത്? വുഡ് ഹാവ് ഹാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഉണ്ടാകുമായിരുന്നേനെ അല്ലെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല, നമ്മൾ ഇത്രയും സഹിക്കേണ്ടി വരുമായിരുന്നില്ല. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, അഞ്ചാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് അൺറിയൽ ആയിട്ടുള്ള പാസ്റ്റ് ഒബ്ലിഗേഷൻസ്. അതായത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നേനെ എന്ന് മീനിങ് വരുന്നത്. ചെയ്യേണ്ടി വന്നേനെ. ഇഫ് ഹി ഇറിറ്റേറ്റഡ് മീ ഐ വുഡ് ഹാവ് ടു ഫൈറ്റ് വിത്ത് ഹിം. അവൻ എന്നെ ശല്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഞാൻ അവനുമായി വഴക്കിടേണ്ടി വന്നേനെ. ഇഫ് വി missed the bus, we would have to reach by taxi. ബസ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് കാറ് പിടിച്ച് വരേണ്ടി വന്നേനെ. If I failed the test, I would have to apply again. പരീക്ഷ തോറ്റിരുന്നെങ്കിൽ ഞാൻ വീണ്ടും അപേക്ഷിക്കേണ്ടി വന്നേനെ. അതായത് ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നേനെ, പാസ്റ്റിലുള്ള ഒരു പ്രവൃത്തി, ഒബ്ലിഗേഷൻസ്. ഇതെല്ലാം അൺറിയൽ ആണ്, സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. അതായത് ഒന്ന് ചെയ്തു കഴിഞ്ഞേനെ, അല്ലെങ്കിൽ ഞാൻ ചെയ്തേനെ, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ് നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നേനെ, ഇനി അത് ഫ്യൂച്ചറിലെ കാര്യമാണ്. ഉണ്ടാകുമായിരുന്നു, അത് പാസ്റ്റിലെ കാര്യം പറയാൻ. ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നേനെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വുഡ് ഹാവ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ പോകേണ്ടത് വുഡ് ഹാവ് ബീൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ വുഡ് ഹാവ് ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് വോയിസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. എന്താണ് പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ? ഒരു ആക്റ്റീവ് വോയിസ് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആക്റ്റീവ് വോയിസ് ഉണ്ട്, പാസീവ് വോയിസ് ഉണ്ട്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് പ്രാധാന്യം ലഭിക്കുന്നു. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ
പ്രവൃത്തിക്ക്, ക്രിയയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നു, വേർബിന് പ്രാധാന്യം ലഭിക്കുന്നു. എന്താണോ പ്രവൃത്തി ചെയ്തത് അതിന് പ്രാധാന്യം ലഭിക്കുന്നു. ഇപ്പൊ രാമു പാട്ട് എഴുതി. ഇപ്പൊ രാമുവിനാണ് ആക്റ്റീവ്, അതൊരു ആക്റ്റീവ് വോയിസ് ആണ്. രാമു പാട്ട് എഴുതി. മനസ്സിലായോ? അപ്പം രാമുവിനാണ് അവിടെ പ്രത്യേക ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതേസമയം പാട്ട് എഴുതപ്പെട്ടു, പാട്ട് എഴുതപ്പെട്ടു, അപ്പൊ അവിടെ പ്രവൃത്തിക്കാണ് ഇമ്പോർട്ടൻസ്. പാട്ട് എഴുതപ്പെട്ടു എന്ന് പറയുന്നത് എന്താണ്? അതൊരു പാസീവ് വോയിസ് ആണ്. സോ ഇങ്ങനെയുള്ള പാസീവ് വോയിസസിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് വുഡ് ഹാവ് ബീൻ എന്ന് പറയുന്ന മീൻസ് യൂസേജ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഒരു അൺറിയൽ ലൊക്കേഷനെ കുറിച്ച്. അപ്പോൾ ഈ കാര്യങ്ങൾ എന്തായിരിക്കും? അൺറിയൽ ആയിരിക്കും. ഒരു അൺറിയൽ ലൊക്കേഷനെ കുറിച്ച്, അതായത് ഒരു സ്ഥലത്ത് കാണുമായിരുന്നു, അൺറിയൽ സ്റ്റേറ്റ്, ആക്കി തീർക്കുമായിരുന്നു അല്ലെങ്കിൽ ആക്കിയേനെ, ഒരു അവസ്ഥ, ഒരു പ്രത്യേക അവസ്ഥയിൽ ആക്കി തീർത്തേനെ അല്ലെങ്കിൽ ആക്കിയേനെ. അപ്പം ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞത് ആയേനെ എന്നാണ്. അതേസമയം പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്കി തീർത്തേനെ അല്ലെങ്കിൽ ആക്കിയേനെ. ഫോർ സജഷൻ, അപ്പോൾ ഈ വുഡ് ഹാവ് ബീൻ അതേപോലെ തന്നെ ഒരു സജഷൻ ആയിട്ട് ഉപയോഗിക്കണം. ആകാമായിരുന്നു അല്ലെങ്കിൽ ആക്കാമായിരുന്നു. അപ്പോൾ ഒന്നിനേക്കാൾ ഒരു കാര്യം നല്ലതാക്കാമായിരുന്നു അല്ലെങ്കിൽ വ്യത്യസ്തമാക്കാമായിരുന്നു അല്ലെങ്കിൽ ആണെങ്കിൽ കുറയ്ക്കാമായിരുന്നു, മനസ്സിലായി, ആകാമായിരുന്നു എന്ന് മീനിങ് വരുന്നത്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് പാസീവ് വോയിസ് ഓഫ് വുഡ് ഹാവ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ചെയ്തു പൂർത്തിയാക്കിച്ചേനെ അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചേനെ അല്ലെങ്കിൽ ചെയ്ത് പൂർത്തിയാക്കിച്ചേനെ. അഞ്ചാമത്തെ എന്ന് പറയുന്നത് അൺറിയൽ പാസ്റ്റ് കണ്ടിന്യൂവസ് ആക്ഷൻസ്, അതായത് ഒരു പ്രവൃത്തി ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു, ഇതെല്ലാം എന്താണ്? അൺറിയൽ ആയിട്ടുള്ള. വുഡ് ഹാവ് ചേർത്ത് കഴിഞ്ഞാൽ അത് മൊത്തം അൺറിയൽ ആയിട്ട് ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്. സോ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെ ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകാം. ഒന്നാമത് നമ്മൾ പറഞ്ഞു അൺറിയൽ സ്റ്റേറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അൺറിയൽ ലൊക്കേഷനെ കുറിച്ച് നമ്മൾ പറയുകയാണ്. അതായത് ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തായിരുന്നെങ്കിൽ ഒരു വ്യക്തിയെ ഒരു പ്രത്യേക സ്ഥലത്ത് കാണാമായിരുന്നു. ആക്ച്വലി നമ്മൾ ആ വ്യക്തിയെ അവിടെ കണ്ടില്ല, പക്ഷെ അവിടെ കാണാമായിരുന്നു എന്ന് പറയുകയാണ്. ഒരു പ്രത്യേക സ്ഥാനത്ത് കാണാം അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് കാണാമായിരുന്നു എന്നുള്ളതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വുഡ് ഹാവ് ബീൻ പ്ലസ് പ്രപ്പസിഷൻ പ്ലസ് ലൊക്കേഷൻ. നമ്മൾ എപ്പോഴും ഒരു ലൊക്കേഷൻ പറയുമ്പോൾ അതിന് മുമ്പിൽ എന്തുണ്ടാവും? ഒരു പ്രപ്പസിഷൻ ഉണ്ടായിരിക്കും. എപ്പോഴും മൈൻഡിൽ ഓർത്ത് വെച്ചിരിക്കുക. നമ്മളൊരു ലൊക്കേഷനെ കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് എന്താ ഉണ്ടായിരിക്കും? അത് മിക്കപ്പോഴും പറയുന്നത് ഒരു ബി എന്ന് പറയുന്ന ഒരു ഫോമിലോട് ചേർത്തായിരിക്കും. അതിൻ്റെ കൂടെ ഒരു പ്രപ്പസിഷനും ഉണ്ടായിരിക്കും. നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. If you had informed him beforehand, he would have been at home. നിങ്ങൾ അവനെ മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ അവൻ അവിടെ കാണുമായിരുന്നു. അവൻ വീട്ടിൽ കാണുമായിരുന്നു എന്നാണ്. അതായത് അവനൊരു സ്ഥാനത്ത് കാണുമായിരുന്നു. ആക്ച്വലി അവൻ അവിടെ കണ്ടില്ല, പക്ഷെ നമ്മൾ പറയുകയാണ് മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ അവൻ അവിടെ കാണുമായിരുന്നു. He would have been at home. അറ്റ് എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ ആണ്. ഹോം എന്ന് പറയുന്നത് ഒരു ലൊക്കേഷൻ ആണ്. If she had invited me, I would have been with her. അവൾ എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ അവളുടെ കൂടെ ഇപ്പോൾ ഉണ്ടാകുമായിരുന്നു. മനസ്സിലായോ? രണ്ടാമത്തെ വുഡ് ഹാവ് ബീന്റെ ഉപയോഗം എന്ന് പറയുന്നത് ആക്കി തീർത്തേനെ, അതായത് ഒരു പ്രത്യേക സ്റ്റേറ്റിലേക്ക് ആക്കി തീർത്തേനെ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പാസീവ് വോയിസ് ആണ്. എന്തിന്റെ പാസീവ് വോയിസ് ആണ്? വുഡ് ബിയുടെ പാസ്. വുഡ് ബി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾ എഴുതുന്നതിന്റെ പാസീവ് വോയിസ് ആണ് എന്ത്? വുഡ് ഹാവ് ബീൻ എന്ന് വരുന്നത്. ഇത് നമ്മൾ അൺറിയൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണ്. സാങ്കല്പികമായ അവസ്ഥ. ഓക്കെ, ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വുഡ് ഹാവ് ബീൻ പ്ലസ് വിത്തൗട്ട് പ്രൊപ്പോസിഷൻ പ്ലസ് ഒരു സ്റ്റേറ്റ് ആയിരിക്കും. ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ If I had won the GATE exam, my father would have been happy. If I had won the GATE exam, my father would have been happy. എൻ്റെ അച്ഛൻ ഞാൻ ഗേറ്റ് പരീക്ഷ പാസ്സായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെ അത് സന്തോഷവാനാക്കി തീർത്തേനെ. ഞാൻ ഗേറ്റ് പരീക്ഷ പാസ്സായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനെ അത് സന്തോഷവാനാക്കിയേനെ. പറഞ്ഞു മനസ്സിലായോ? അവിടെ പ്രവൃത്തിക്കാണ് ഇമ്പോർട്ടൻസ്. ഇഫ് ഐ ഹാഡ് വോൺ ദ മെഡിക്കൽ എൻട്രൻസ് ഐ വുഡ് ഹാവ് ബീൻ എ ഡോക്ടർ. ഞാൻ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ പാസ്സായിരുന്നെങ്കിൽ അത് എന്നെ ഒരു ഡോക്ടറാക്കി മാറ്റിയേനെ. പറഞ്ഞു മനസ്സിലായോ? ഒരു സ്റ്റേറ്റിലേക്ക് മാറ്റിയേനെ എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയേനെ എന്ന് നമ്മൾ പറയുന്നതിനാണ് വുഡ് ഹാവ് ബീൻ പ്ലസ് ഒരു സ്റ്റേറ്റ്. പറഞ്ഞ ഹാപ്പി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഡോക്ടർ ആവുക എന്ന്, അതായത് ബിക്കം എന്ന് നമ്മൾ പറയുക. ഒരു സ്റ്റേറ്റിലേക്ക് ആവുക, ആക്കി തീർക്കുക. പറഞ്ഞു മനസ്സിലായി? ആക്കി തീർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മീനിങ്. ദ പാർട്ടി വുഡ് ഹാവ് ബീൻ എ ഡിസാസ്റ്റർ ഇഫ് മേരി ഡിഡ്ന്റ് ഷോ അപ്പ്. മേരി വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ പാർട്ടി ഒരു ദുരന്തമായി മാറ്റപ്പെട്ടേനെ. പറഞ്ഞു മനസ്സിലായോ? മേരി വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ പാർട്ടി ഒരു ദുരന്തമായി മാറ്റപ്പെട്ടേനെ, ആക്കിയേനെ. പറഞ്ഞു മനസ്സിലായോ? അതാണ് രണ്ടാമത്തെ ഉപയോഗം. മൂന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത്
ഒരു കമ്പാരിസൺ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു സജഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വുഡ് ഹാവ് ബീൻ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് ബീൻ പ്ലസ് അഡ്ജക്റ്റീവ് ഓർ അഡ്വർബ് എന്നുള്ളതാണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വിശേഷണം, നാമവിശേഷണം. അഡ്വർബ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഓക്കെ, പോർഷ്യ വുഡ് ഹാവ് ബീൻ എ ബെറ്റർ ചോയ്സ് ദാൻ BMW ഫോർ യൂത്ത്. യുവാക്കൾക്ക് BMW-നേക്കാൾ പോർഷെ നല്ലതായേനെ അല്ലെങ്കിൽ നല്ലതാകാമായിരുന്നു. അപ്പം അതായത് BMW-നേക്കാൾ പോർഷെ ആകാമായിരുന്നു എന്ന് പറയുന്നതാണ്. അതിന് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? പോർഷെ വുഡ് ഹാവ് ബീൻ എ ബെറ്റർ ചോയ്സ് ദാൻ BMW ഫോർ യൂത്ത്. ഇവിടെ ശ്രദ്ധിക്കാം, പോർഷെ വുഡ് ഹാവ് ബീൻ എ ബെറ്റർ. ബെറ്റർ എന്ന് പറയുന്നത് ഓൾവേസ് എന്താണ്? അതൊരു അഡ്ജക്റ്റീവ് ആണ്. ബെറ്റർ ചോയ്സ് ദാൻ BMW for youth. അടുത്തത്, അറേഞ്ച്ഡ് മാരേജ് വുഡ് ഹാവ് ബീൻ എ സ്മാർട്ടർ ഓപ്ഷൻ ദാൻ ലവ് മാരേജ്. ലവ് മാരേജിനേക്കാൾ ഒരു സ്മാർട്ടർ ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധിപരമായ ഓപ്ഷനാണ് അറേഞ്ച്ഡ് വിവാഹം എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പം നമ്മളിവിടെ പറയുന്നത് അറേഞ്ച്ഡ് വിവാഹം ആകാമായിരുന്നു, പ്രണയ വിവാഹത്തെക്കാൾ അറേഞ്ച്ഡ് വിവാഹം ആകാമായിരുന്നു എന്ന ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു സജഷൻ നമ്മൾ പറയുന്നതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? വുഡ് ഹാവ് ബീൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ വുഡ് ഹാവ് ബീൻ കഴിഞ്ഞ് എന്താണ് വരുന്നത്? ഒരു അഡ്ജക്റ്റീവ് ഒരു അഡ്വർബ് ആയിരിക്കും. പറഞ്ഞു മനസ്സിലായി? ഇതാണ് വുഡ് ഹാവ് ബീൻ്റെ മൂന്നാമത്തെ ഉപയോഗം. നാലാമത്തെ വുഡ് ഹാവ് ബീൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യിക്കപ്പെട്ടേനെ. ഒരു പ്രവൃത്തി ചെയ്യിക്കപ്പെട്ടേനെ അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചേനെ. ഒരു പ്രവൃത്തി ചെയ്യിപ്പിച്ചേനെ. നമ്മൾ വുഡ് ഹാവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്രവൃത്തി പൂർത്തിയായേനെ അല്ലെങ്കിൽ ഒരു പൂർത്തിയാക്കപ്പെട്ടേനെ. അതൊരു ആക്റ്റീവ് വോയിസ് ആണ്. അപ്പം ആ പ്രവൃത്തി നമ്മൾ ചെയ്യിപ്പിച്ചേനെ, ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നതാണ് എന്ത്? പാസീവ് വോയിസ് എന്ന് പറയുന്നത്. സോ വുഡ് ഹാവ് ബീൻ പ്ലസ് V3 എന്ന് പറയുന്നത് വുഡ് ഹാവിൻ്റെ എന്താണ്? പാസീവ് വോയിസ് ആണ്. സോ നമുക്ക് അതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട്, ദ ഫോം വുഡ് ഹാവ് ബീൻ ഫിൽഡ് ബൈ മം. ഈ ഫോം അമ്മയാൽ പൂരിപ്പിക്കപ്പെട്ടേനെ. ഈ ഫോം പൂരിപ്പിക്കപ്പെട്ടേനെ എന്ന് പറയുന്നതാണ്. അതായത് അവിടെ പൂരിപ്പിക്കപ്പെടുക ഉള്ളതിനാണ് ഇമ്പോർട്ടൻ്റ്. ആര് ചെയ്തു എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്. മനസ്സിലായോ? റോയ് വുഡ് ഹാവ് ബീൻ സെൻറ്റ്. റോയ് മേരിയാൽ അയക്കപ്പെട്ടേനെ. പക്ഷെ ആക്ച്വലി അയച്ചില്ല. പറഞ്ഞു മനസ്സിലായോ? അയക്കപ്പെട്ടേനെ എന്ന് പറയുകയാണ്. ഒരു പ്രവൃത്തി ചെയ്യിക്കപ്പെട്ടേനെ എന്ന് പറയാൻ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? വുഡ് ഹാവ് ബീൻ പ്ലസ് V3. V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ, വെന്റ്, ഗോൺ. പറഞ്ഞു മനസ്സിലായി? അതിൽ ഗോൺ എന്ന് പറയുന്നതാണ്. ഇവിടെ സെൻഡ് മനസ്സിലായി? ഇവിടുത്തെ വ്യത്യാസമുണ്ട്. ഓക്കെ, സെൻറ്റ് SENT എന്ന് പറയുന്നതാണ് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഹി വുഡ് ഹാവ് ബീൻ കോട്ട്, ദേ വുഡ് ഹാവ് ബീൻ കോട്ട് ബൈ പോലീസ്. അവർ പോലീസിനാൽ പിടിക്കപ്പെടാമായിരുന്നു. അവരെന്ത് ചെയ്യുക? പോലീസിനാൽ പിടിക്കപ്പെടാമായിരുന്നു. പറഞ്ഞു മനസ്സിലായി? പിടിക്കപ്പെട്ടില്ല, പക്ഷെ പിടിക്കപ്പെടാമായിരുന്നു, ചെയ്യിപ്പിക്കപ്പെടാമായിരുന്നു എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡ് ഹാവ് ബീൻ പ്ലസ് V3 ആണ്. അവസാനമായിട്ട്, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയാൻ നമ്മൾ വുഡ് ഹാവ് ബീൻ പ്ലസ് ING. അതായത് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതായത് ഇതൊരു പാസ്റ്റ് അൺറിയൽ കണ്ടിന്യൂസ് ആക്ഷൻ, അതിനെക്കുറിച്ചുള്ള പ്രഡിക്ഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് വുഡ് ഹാവ് ബീൻ പ്ലസ് V4. നമുക്കതിൻ്റെ ഉദാഹരണം നോക്കുമ്പോൾ ക്ലിയർ ആകും. അതായത്, ഇഫ് മം ഹാഡ് ബീൻ ഹിയർ ഐ വുഡ് നോട്ട് ഹാവ് ബീൻ പ്ലേയിങ് സിൻസ് മോർണിംഗ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു പ്രത്യേക സമയം മുതൽ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നേനെ എന്ന് പറയുകയാണ്. ഒരു പ്രത്യേക സമയം മുതൽ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നേനെ എന്ന് പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? വുഡ് ഹാവ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് നോട്ട് ഹാവ് ബീൻ പ്ലേയിങ് സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ ഞാൻ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയില്ലായിരുന്നു. ഇനി അടുത്ത ഉദാഹരണം നോക്കി. ഇഫ് റോയി ഹാഡ് നോട്ട് കോൾ ഹർ ഹി വുഡ് ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 2 hours. മനസ്സിലായി? ഒന്നെങ്കിൽ സിൻസ് അല്ലെങ്കിൽ ഫോർ. അതായത് പ്രത്യേക സമയം ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കണം. വുഡ് ഹാവ് ബീൻ ഇഫ് റോയി ഹാഡ് നോട്ട് കോൾ ഹർ, വിളിച്ചില്ലായിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ 2 hours. അവൾ 2 മണിക്കൂർ നേരത്തേക്ക് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ തുടരുന്ന ഒരു പ്രവൃത്തിയാണ്. ഒരു പ്രത്യേക സമയത്തേക്ക് തുടരുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വുഡ് ഹാവ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING. വേർബ് പ്ലസ് ING എന്ന് പറയുന്ന ഫോമിന് നമ്മൾ V4 എന്ന് പറയും. പറഞ്ഞു മനസ്സിലായോ? ഇങ്ങനെ അൺറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ വുഡ് ഹാവ് എന്ന് പറയുന്ന ഫോം യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ പാർട്ട് 3 എന്ന് പറയുന്നത്. അടുത്ത പാർട്ട് 4 നമ്മൾ വുഡ് പ്ലസ് ലൈക്ക് ഇറ്റ്. ഒരു പ്രവൃത്തി ചെയ്യാൻ ഇഷ്ടമുണ്ടോ,
ഞാൻ ഇഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഫോർമാറ്റ് വെച്ച് ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കി ഇതിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് ചെക്ക് ചെയ്യുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാനത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. സോ പ്രാക്ടീസ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.